നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അസമിലെ ഹൈലകണ്ടി ജില്ലയിൽ നടന്ന അതീവ ദാരുണമായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. സ്വന്തം വീട്ടിൽ സുരക്ഷിതയാണെന്ന് കരുതിയിരുന്ന ഒരു 15-കാരിയുടെ ജീവിതം ഒരു രാത്രി കൊണ്ട് അവസാനിച്ചു. സംഭവത്തിന്റെ ക്രൂരത കാരണം പ്രദേശമാകെ ഞെട്ടലിലാണ്. കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ഇത് ഇന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. കുടുംബാംഗങ്ങൾ എല്ലാവരും അടുത്തുള്ള ബന്ധുവീട്ടിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരുന്നു. 15-കാരിയും അവർക്കൊപ്പമുണ്ടായിരുന്നു. എന്നാൽ ചടങ്ങിനിടെ ഒരു അടുത്ത ബന്ധുവുമായി പെൺകുട്ടി ചെറിയൊരു തർക്കത്തിൽ ഏർപ്പെട്ടു. അതിനെ തുടർന്ന് അവൾ ഒറ്റയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അതിനുശേഷം വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. രാത്രി ചടങ്ങുകൾ കഴിഞ്ഞ് വീട്ടുകാർ മടങ്ങിയെത്തി. വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ അവർ കണ്ട കാഴ്ച ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. 15-കാരി മരിച്ച നിലയിൽ. മുഖത്തും തലയിലും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. സംഭവത്തിന്റെ ക്രൂരത കാരണം മൃതദേഹം തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. കുടുംബം ലൈംഗിക അതിക്രമം നടന്നിരിക്കാമെന്ന സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ പീഡനം നടന്നുവോ എന്നത് സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ എന്നാണ്. വിവരം ലഭിച്ച ഉടൻ പോലീസ് സ്ഥലത്തെത്തി. ഫോറൻസിക് സംഘം തെളിവുകൾ ശേഖരിച്ചു. വീടും പരിസരവും വിശദമായി പരിശോധിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് സംശയമുള്ള 5 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് അറിയിച്ചു. എന്നാൽ ഇതുവരെ ആരെയും കുറ്റക്കാരനായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അന്വേഷണം തുടരുകയാണ്. സംഭവം പുറത്തു വന്നതോടെ പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് ദേശീയപാത ഉപരോധിച്ചു. പ്രതികളെ എത്രയും വേഗം കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന അവരുടെ ആവശ്യം ശക്തമാണ്. പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കുകയും പോലീസ് കൂടുതൽ സേനയെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 ദിവസം പിന്നിട്ടിട്ടും ഈ കേസിൽ ഇപ്പോഴും പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചിട്ടില്ല. പെൺകുട്ടി വീട്ടിലെത്തിയ ശേഷം എന്താണ് സംഭവിച്ചത്? സംഭവ സമയത്ത് വീടിനടുത്ത് ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇത് ഒരാൾ മാത്രം നടത്തിയ ആക്രമണമാണോ അതോ ഒന്നിലധികം പേർക്ക് പങ്കുണ്ടോ എന്ന് കുടുംബം ഉന്നയിക്കുന്ന ലൈംഗിക അതിക്രമ സംശയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം നിർണ്ണയിക്കുക. പോലീസ് എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണെന്നാണ് അറിയുന്നത്. ശാസ്ത്രീയ തെളിവുകൾ, ഫോറൻസിക് പരിശോധന, സാക്ഷിമൊഴികൾ, മൊബൈൽ ഫോൺ വിവരങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമേ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ എന്നും നമുക്കറിയാം. ഒരു കുടുംബത്തിന് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു 15-കാരിയുടെ ജീവിതം ക്രൂരമായി അവസാനിച്ചു എന്നത് സമൂഹത്തെ മുഴുവൻ വേദനിപ്പിക്കുന്ന കാര്യവുമാണ്. ഇത്തരം കേസുകളിൽ അന്വേഷണ ഏജൻസികൾ വേഗത്തിലും കൃത്യതയോടെയും അന്വേഷണം പൂർത്തിയാക്കി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നവർക്ക് നിയമപ്രകാരം ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യവും പ്രതീക്ഷയും.